കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഹോരേബ് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രെയർ ലൈനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ രാത്രിയിലെ ഒരു ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യവും അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും ഞാൻ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം 10-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. For when I am weak, then I am strong. ഞാനൊരു പ്രാവശ്യം കൂടെ ആ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. For when I am weak, then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിത്തീരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ 12-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പ്രശംസിക്കുവാൻ വകയുണ്ട്, അതിനാൽ ഞാൻ എന്നെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ പാരഗ്രാഫ്, അതിൻ്റെ 10 വാക്യങ്ങൾ പൗലോസിനെ പറ്റി പൗലോസ് തന്നെ എഴുതുന്ന ഭാഗങ്ങളാണ്. അദ്ദേഹം എഴുതി, 14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഞാൻ സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഉച്ചരിച്ചുകൂടാത്ത ഭാഷകൾ ഞാൻ കേട്ടു. ഞാൻ ദൈവത്തോടൊപ്പമായിരുന്നു. അതിനുശേഷം താഴേക്കെഴുതി, എൻ്റെ ശരീരത്തിലുള്ള ഒരു രോഗം മാറേണ്ടതിന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ സ്തോത്രം, അദ്ദേഹത്തോട് സംസാരിക്കുന്ന, ദൈവദാസനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ അവൻ ഈ പ്രതിസന്ധിയിൽ നിനക്ക് അധികമാണ്. സ്തോത്രം. ഇതിന്റെ അവസാന ഭാഗത്തെഴുതി, എനിക്ക് പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി, പ്രശംസിപ്പാൻ ഉണ്ടെങ്കിലും അവൻ ഞാൻ അതിലൊന്നും പ്രശംസിക്കുന്നില്ല. എന്നെ ഇന്നുവരെ നടത്തിയതും അവൻ നാളെ നടത്തുന്നതുമായ ദൈവത്തിന്റെ അത്യന്ത ശക്തിയിൽ അവൻ ഈ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രശംസിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ അവൻ ആശ്രയിക്കുന്നത് അവൻ എൻ്റെ കഴിവല്ല, എൻ്റെ ഗുണമല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, അതിൽ ഉപരിയായി സാഹചര്യങ്ങൾക്ക് മുകളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിലാണ് ഈ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്കറിയാം 2020 സ്തോത്രം ഒരു ഒത്തിരി പ്രതിസന്ധികളോടുകൂടെ തുടങ്ങിയ ഒരു വർഷമാണ്. ഒത്തിരി പേരുടെ പ്രതീക്ഷകൾക്ക് അവൻ വിഘ്നം സൃഷ്ടിച്ച, ഒത്തിരി പേരുടെ കാൽക്കുലേഷൻസ് തകർന്നു പോയ, ഒത്തിരി പേരുടെ പ്ലാനിങ് ഡയറികൾ മടക്കി വെപ്പിച്ച ഒരു വർഷമാണ് 2020. ആമേൻ സ്തോത്രം. 2020 8 മാസങ്ങൾ പരിശോധിച്ചാൽ അവൻ കഴിഞ്ഞ ദിവസങ്ങൾ സ്തോത്രം ഞാനത് വായിക്കുവാനിടയിൽ നിരവധി ദുരന്തങ്ങൾ ലോകരാജ്യങ്ങൾ കണ്ടു. സ്തോത്രം. ഇന്ത്യയിൽ തന്നെ നിരവധി കൊടുങ്കാറ്റുകൾ, സ്തോത്രം, അംഫാൻ തുടങ്ങിയ ചുഴലിക്കാറ്റുകൾ അടിച്ചു. ആമേൻ സ്തോത്രം. 2019 ഡിസംബറിൽ തുടങ്ങിയ കോവിഡ് ഏകദേശം 8 ലക്ഷത്തി ആമേൻ സ്തോത്രം 5136 പരം മനുഷ്യ ജീവനുകൾ കൊയ്തെടുത്തു. പ്രിയരെ സ്തോത്രം, നിന്റെ പ്രതീക്ഷകൾക്ക് ആമേൻ സ്തോത്രം, നിന്റെ സ്വപ്നങ്ങൾക്ക് സ്തോത്രം ആമേൻ, നിന്റെ ശക്തി അബലമായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ ശക്തിക്ക് മീതെ സ്തോത്രം, നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ അതിന് മീതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തില
ഈ പകൽക്കാലം ഈ രാത്രിയിൽ നാം ആശ്രയിക്കുന്നത്. പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ പ്രശംസിപ്പാനാണ്. വിദ്യാഭ്യാസം, അവന്റെ കഴിവ്, സ്തോത്രം, അവന്റെ വെളിപ്പാടുകളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്രശംസിക്കാൻ ഉണ്ടെങ്കിലും പൗലോസ് സ്തോത്രം ദൈവാത്മാവിൽ എഴുതുന്നു, അതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. സ്തോത്രം, എന്നെ നടത്തുന്ന സ്തോത്രം ബലത്തോടെ വഴി നടത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ഇമ്മെഷറബിൾ ഗ്രേസ്, ആ ഇമ്മെഷറബിൾ പവർ അതിൽ ഞാൻ ആശ്രയിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഇതേ ബുക്കിൽ തന്നെ, ഇതേ പുസ്തകത്തിൽ തന്നെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. നശിച്ചു പോകാൻ സാധ്യതയുള്ള, ബലം കെടുവാൻ സാധ്യതയുള്ള ഒരു മൺകൂടാരത്തിൽ, ഇമ്മോർട്ടൽ ആൻഡ് ഫ്രജൈൽ വെസൽ എന്ന് എഴുതിയിരിക്കുന്നത്, പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ടല്ലോ, അതാ പ്രിയരെ നമ്മെ വിശേഷതയുള്ളവരാക്കുന്നത്. നാം തിരുവചനം പഠിക്കുമ്പോൾ ഒത്തിരി ഭാഗത്ത് ദൈവഭക്തന്മാരെ അസാധാരണമായ രീതിയിൽ അവരുടെ പ്രതിസന്ധിയിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം സ്തോത്രം ദേവദാസൻ C.S. ലൂയിസിന്റെ സ്തോത്രം ദ പെയിൻ ഓഫ് പ്രോബ്ലംസ് എന്നൊരു ബുക്കുണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗോഡ് വിസ്പേഴ്സ് to us in our pleasures. നിന്റെ സന്തോഷമുള്ള അവസരങ്ങളിൽ, നിന്റെ ആനന്ദവേളയിൽ ദൈവം നിന്നോട് മന്ത്രിക്കും, ചെറുതായി വിസ്പർ ചെയ്യും. എന്നാൽ he speaks in our consciences but shouts in our pains. നിന്റെ വേദനയിൽ, നിന്റെ പ്രതിസന്ധിയിൽ അവൻ നിന്നോട് ഷൗട്ട് ചെയ്യും. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഹിസ് മെഗാഫോൺ ടു റൗസ് എ ഡഫ് വേൾഡ്. എന്ന് വെച്ചാൽ ദൈവത്തിങ്കിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കുന്ന ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രതികൂലങ്ങൾ, നിന്റെ വേദനകൾ, ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് നിന്നോട് എന്തോ സംസാരിക്കുവാനുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ജൈവശക്തിയുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വവും ദൈവ പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ നിരവധി ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ നിലവിളിച്ച അവസരങ്ങൾ കാണുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അതിന്റെ പൂർണ്ണ അളവിൽ വെളിപ്പെടുകയും പിന്നത്തേതിൽ ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം തുടങ്ങുന്നത് ശക്തനായ സ്തോത്രം ഏലിയാവിനെ പറ്റിയ. സ്തോത്രം. താൻ പ്രസംഗിക്കുമ്പോൾ, താൻ പ്രവചിക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകളെ അടയ്ക്കുകയും ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കളയുകയും ചെയ്ത് ഇസ്രായേലിലെ രാജാവായ ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഓടി, അതിന്റെ മുൻപിൽ ഓടി ശക്തനായ ഏലിയാവിനെ കാണുവാൻ കഴിയും. എന്നാൽ 17-ാം അധ്യായത്തിലെ ഇത് കാണുന്നു. 17-18 അധ്യായങ്ങളിൽ കാണുമ്പോൾ 19-ാം അധ്യായത്തിൽ ബലം ക്ഷയിച്ച, സ്തോത്രം, ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഏലിയാവിനെ കാണുവാൻ കഴിയും. തന്റെ ബാല്യക്കാരനെ ബേർശേബ മരുഭൂമിയിൽ വിട്ടിട്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് നിലവിളിക്കുന്ന ശക്തനായിരുന്ന ഒരു ദൈവദാസനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, കഴിഞ്ഞ കാലങ്ങളിൽ നിശക്തനായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പണം നിന്നെ വഴി നടത്തിയിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കോണ്ടാക്റ്റുകൾ, നിന്റെ ബന്ധങ്ങൾ നിന്നെ വളർത്തിയിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ നിറവിൽ ഒരു ദൂത് ഞാൻ പറയുന്നു. ഈ കാലഘട്ടത്തിൽ നിനക്ക് നിലനിൽക്കണമെങ്കിൽ, ഒരു ദിവസം ആരോഗ്യത്തോടെ എഴുന്നേൽക്കുകയും അന്ന് രാത്രിയും നിനക്ക് ബലത്തോടെ സമാധാനത്തോടെ കിടക്കുവാൻ പോവുകയും ചെയ്യണമെങ്കിൽ ഈ പൗലോസ് എഴുതിയ ദൈവവചനത്തിലേക്ക് നിങ്ങൾ തിരിയുക. എന്റെ കൃപ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപയില്ലാതെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയും, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി
ശക്തിയുമില്ലാതെ അവൻ സ്തോത്രം എവിടെയാണ് ആ ദൈവശക്തി പകർന്നതെന്നറിയാമോ? അവൻ താഴ്മയുള്ള ഹൃദയങ്ങളിൽ അവൻ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി അവൻ ഇൻഫിൽ ചെയ്യുന്ന നിറയ്ക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അവൻ ഇതിനകത്ത് നാം വായിക്കുന്നു, അവൻ ദൈവശക്തി, അവൻ ദൈവത്തിന്റെ കൃപ, എന്നെ സ്ട്രോങ് ആക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ദൈവശക്തി എന്നൊക്കെ വായിക്കുമ്പോൾ അവൻ പ്രിയരെ ഇന്ന് രാത്രിയിൽ അവൻ നിറഞ്ഞ സ്തോത്രം അവൻ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഈ രാത്രിയിൽ ദൈവ കൃപയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ ഒരു മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ഇളകി വരുന്ന തിരമാലകളുടെ നടുവിലും നിന്റെ പടകിനെ നിർത്തുവാൻ അവൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അവൻ ഇളകി വരുന്ന തിരമാലകളുടെ നടുവിലും, അവൻ ഇളകി വരുന്ന പ്രതിസന്ധികളുടെ നടുവിലും സ്തോത്രം അവൻ യേശു ആ പടകിൽ കിടന്ന് ഉറങ്ങിയതുപോലെ ഈ രാത്രിയിൽ നിനക്ക് പ്രതിസന്ധികളുടെ നടുവിൽ ഉറങ്ങുവാൻ കഴിയും. നിന്നെ നടത്തുന്നതും അവൻ നിന്നെ വഴി നടത്തുന്നതും ഈ ദൈവശക്തിയാ. അവൻ ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട് സ്തോത്രം. ചൂരച്ചെടിയുടെ തണലിൽ ഏലിയാവ് പറയുന്ന ഒരു പദമാണ് എന്നെ സ്പർശിച്ചത്. ഇത് മതി. ആമേൻ. ഇറ്റ് ഈസ് ഇനഫ് കർത്താവേ, ഇത് മതി, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അസാധാരണ, ഞാൻ പറയട്ടെ, അവൻ ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ, ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തി അസാധാരണമായ നിലവാരത്തില. അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇവിടെ പറയുന്ന ബലഹീനത എന്ന് പറയുന്നത് അവന്റെ സകല കഴിവുകളും നശിച്ചപ്പോൾ, അവന്റെ ബലം ക്ഷയിച്ചു എന്ന് തോന്നിയപ്പോൾ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവന്റെ വീക്ക്നെസ്സിൽ അവനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ, ദൈവത്തിന്റെ ദാസന്റെ ഹാർഡ്ഷിപ്സിൽ, അവന്റെ പെർസിക്യൂഷൻസിൽ, അവന്റെ ഡിഫിക്കൽട്ടീസിൽ, അവന്റെ ബുദ്ധിമുട്ടിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചു. അവൻ ഇതൊക്കെ ഒരു വശത്തുള്ളപ്പോൾ തന്നെ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ആ പ്രസൻസ് അനുഭവിച്ച പൗലോസ് എഴുതി, അവൻ ഇതൊക്കെ വന്നാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികൾ നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് റൂമിലായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ഇന്ന് രാത്രിയിൽ സ്തോത്രം കണ്ണുനീരോടെ എന്നെ കാണുന്നവരുണ്ടായിരിക്കാം, ഇന്ന് രാത്രിയിൽ രോഗം ബാധിച്ച് എന്നെ കാണുന്നവരുണ്ടായിരിക്കാം, തുടർന്ന് വീണ്ടും ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം. പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു സ്തോത്രം, അവന്റെ ആമിത ബലത്തിൽ ഈ രാത്രിയിൽ ആശ്രയിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ആമിത ബലത്തിൽ സ്തോത്രം, കുറഞ്ഞ ബലത്തിലല്ല, അവന്റെ ആമിത ബലത്തിൽ നമ്മുടെ ബലം കുറയും സ്തോത്രം, നമ്മുടെ ശക്തി കുറയും സ്തോത്രം, നമ്മുടെ ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിക്കും സ്തോത്രം, നമ്മുടെ സ്വപ്നങ്ങൾ ഉടയുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രിയിൽ പറയുന്നു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അത്യന്ത ശക്തിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ വഴി നടത്തുന്നത്. ദൈവത്തിന്റെ ദാസനായ സ്തോത്രം ഏലിയാ ഇപ്രകാരം പറഞ്ഞു, മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ അതുവരെ നടത്തിയതുപോലെ അല്ല എലിയാവിനെ തുടർന്ന് ദൈവം നടത്തുന്നത്. 40 രാവും 40 പകലോളം ഓടി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എത്തി. അവിടെ നിന്ന് ഒരു വ്യത്യസ്തമായ ഡയറക്ഷനിൽ, ഒരു വ്യത്യസ്തമായ നിയോഗത്തിൽ ഓടുന്ന എലിയാവിനെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഒരു ദൂത് ചിലരോടൊക്കെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഓടിയതുപോലെയല്ല. നിന്റെ മുൻപിലുള്ള പ്രതിസന്ധികൾ, നിന്റെ മുൻപിലുള്ള ഒറ്റപ്പെടലുകൾ സ്തോത്രം, നിന്റെ മുൻപിലുള്ള മുറിവുകൾ, നിന്റെ പെയിനുകൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് നിന്നോട് ഇടപെടുവാനുള്ള ഒരു അവസരമായി കാണുകയും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത ഡയറക്ഷനിൽ നിന്നെ ഓടിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയായി ഇന്ന് രാത്രിയിൽ കാണുവാൻ കഴിയുമോ? നിന്റെ തകർച്ചകൾ നിന്നെ വ്യത്യസ്ത നിലവാരത്തിലേക്ക് ദൈവത്തിന് നിന്നോട് ഷൗട്ട് ചെയ്യുവാനുള്ള, ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുള്ള ഒരു അവസരമായി ഇന്ന് രാത്രിയിൽ കാണുവാൻ കഴിയുമോ? നിന്റെ രോഗങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിന്നോട് ഇടപെടുവാനുള്ള ഒരു അവസരമായി ഈ രാത്രിയിൽ കാണുവാൻ കഴിയുമോ? നിന്റെ വേദനകളും തകർച്ചകളും നിരാശകളും ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് ഈ രാത്രിയിൽ നോക്കിയാൽ ഇന്ന് രാത്രിയിൽ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ, ഞാൻ പവർലെസ് ആയിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, ഞാൻ ഏകനായിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം, എന്നെ
പ്പെടുത്തുന്ന ഒരു ദൈവം. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവൻ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ തകർച്ചകളിൽ വെളിപ്പെടുത്തുന്നത് അവൻ അസാധാരണമായ രീതിയിൽ നിന്നെ വ്യത്യസ്തമായ ഒരു ഡയറക്ഷനിലേക്ക് നയിക്കുവാനാണ്. അവൻ ഏലിയാവിന്റെ ചൂരച്ചെടിയുടെ സ്തോത്രം അതിന്റെ ചുവട്ടിൽ നിന്ന് ഓടി അവൻ ഏലിശയെ അഭിഷേകം ചെയ്യുന്നത്, ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതൊക്കെ നീ കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗം വിട്ടിട്ട് അവൻ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് കാണുവാൻ കഴിയും. അവൻ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെ? ദൈവം സ്തോത്രം ചില പ്രതികൂല സാഹചര്യങ്ങൾ കൂടി ദൈവജനത്തെ കടത്തിവിട്ടു എന്നത് സത്യമാണ്. ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ട്രസ്റ്റിംഗ് ഗോഡ്. when there is no more strength, then there is no more way out. നമുക്കറിയാം സ്തോത്രം പുറപ്പാട് പുസ്തകത്തിൽ സ്തോത്രം ചെങ്കടലിന്റെ മധ്യത്തിൽ പിറകിൽ ഫറവോന്റെ സൈന്യവുമായി സ്തോത്രം മോശ നടുക്ക് നിൽക്കുക. മാനുഷികമായി ചിന്തിച്ചാൽ ഒരു വഴിയും മുമ്പിലേക്ക് പോകുവാനില്ല, പിൻപിലേക്ക് പോകുവാനില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കുവാനില്ല. സ്തോത്രം ഒരു ബോക്സിന്റെ അകത്ത് പെട്ട മോശയും ദൈവജനത്തെയും കാണുവാൻ കഴിയും. ശരിക്കും മോശ ദൈവത്തോട് നിലവിളിക്കുന്നത്, ദൈവത്തിന്റെ മുഖത്തേക്ക് അന്വേഷിക്കുന്നത് കാണുവാൻ കഴിയും. പ്രിയരെ, ദൈവപ്രവൃത്തി ഇവിടെയാ വെളിപ്പെടുന്നത്. വെൻ യു ആർ ഇൻ സ്ട്രഗിൾ, നീ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ഇമ്മെഷറബിൾ ഗ്രേസ്, അളവറ്റ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ഇമ്മെഷറബിൾ പവറും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മാനുഷികമായ രീതിയിൽ നാം കണക്ക് കൂട്ടുന്നത് പലതും തെറ്റും. സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, മാനുഷികമായ പല കണക്ക് കൂട്ടലുകളും തെറ്റുമ്പോൾ ഈ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഇമ്മെഷറബിൾ ഗ്രേസ് നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വത്തിനായി അത് തീരുവാൻ ഇടയായിത്തീരുന്നത്. ഈ ചെങ്കടലിന്റെ കരയിൽ മോശ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അസാധാരണമായ പ്രവൃത്തിയാ ദൈവത്തിന്റെ മോശയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഒരു മനുഷ്യനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഒരു മനുഷ്യനും അളക്കുവാൻ പറ്റാത്തത്, ഒരു മനുഷ്യനും ബുദ്ധി കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാത്ത അസാധാരണമായ അൺഎക്സ്പെക്ടഡ് വേസിൽ അസാധാരണമായ വഴികളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. 20-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കഷ്ടകാലത്തിൽ അവൻ നിനക്ക് ഉത്തരമരുളും. കഷ്ടകാലത്തിൽ ആൻസർ ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റിയല്ല, കഷ്ടകാലത്തിൽ ആൻസർ ചെയ്യുന്ന, നിനക്ക് റിപ്ലൈ ചെയ്യുന്ന ഒരു ദൈവത്തെ പറ്റി. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, നിന്റെ കണക്ക് കൂട്ടലുകൾ രഥങ്ങളിലും കുതിരകളുമായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മ നിറവിൽ സങ്കീർത്തനത്തിൽ എഴുതി, ചിലർ രഥങ്ങളിലും കുതിരകളും ആശ്രയിക്കുന്നു, ഞാനോ എന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ദൈവം ആ ഭാഗത്ത് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണത്തില്ല എന്ന് വെച്ചാൽ, ഇന്ന് കണ്ട ഈ സ്ട്രഗിളിൽ ഇന്ന് രാത്രിയിൽ നീ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് കണ്ട മിസ്രയീമിനെ സ്തോത്രം ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള രീതിയിലാ സ്തോത്രം ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. നിന്റെ ബുദ്ധിക്ക് അളക്കുവാൻ കഴിയാത്തതും നിന്റെ ചിന്തയ്ക്ക് അളക്കുവാൻ കഴിയാത്തതും സ്തോത്രം നിന്റെ കണക്ക് കൂട്ടലുകൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തതുമായ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ദൈവം ചിന്തിക്കുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ഡീലിംഗിലാ. സ്തോത്രം. നമ്മൾ നമ്മുടെ അറിവിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ പഠനത്തിന്റെ മികവിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതാ പറയുന്ന ഇമ്മെഷറബിൾ പവർ, ഇമ്മെഷറബിൾ ഗ്രേസ് വെളിപ്പെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ എഴുതി, എന്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. വ്യത്യസ്തമായ രീതിയിൽ 14 ദിവസവും 14 രാവും 14 പകലും സൂര്യനെ കാണാതെ ചന്ദ്രനെ കാണാതിരുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് വ്യത്യസ്തമായ രീതിയിൽ. അവൻ കൂടി വന്ന സമൂഹത്തിന്റെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് വ്യത്യസ്തമായ രീതിയിൽ. ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതലേ, നിന്റെ തകർച്ചകളിൽ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഒത്തിരി പേരെ പറ്റി ഈ രാത്രിയിൽ എനിക്ക് പറയണമെന്നുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ 124-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. അതിനകത്ത് ഒത്തിരി ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. പെരുവെള്ളം കവിഞ്ഞു വന്നപ്പോൾ ഒരു പക്ഷിയെ പിടിക്കുന്ന വ്യക്തി
കെണിയുമായി അവൻ പക്ഷിയെ പിന്തുടർന്നത് പോലെ അവൻ പ്രതിസന്ധികൾ എന്റെ നേരെ കവിഞ്ഞു വന്നപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോടെ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഓ ആമേൻ, ദൈവം എന്റെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവൻ ഇന്ന് രാത്രിയിൽ അവൻ നിറഞ്ഞ നന്ദിയോടെ, അവൻ സ്തോത്രം നിറഞ്ഞ ഹൃദയത്തോടെ, അവൻ നിറഞ്ഞ നന്ദിയോടെ രാത്രിയിൽ ദൈവത്തോട് ദൈവസന്നിധിയിൽ മുട്ടിൽ നിന്നെന്ന് പറയുവാൻ കഴിയുമോ? അവൻ എന്റെ കർത്താവേ, നീ എന്റെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ. ഈ രാത്രിയിൽ ചില മിനിറ്റുകൾ, അവൻ ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്റെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ പ്രിയരെ, ഞാൻ പറയുന്നു, നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ അവൻ എങ്ങനെയാ സ്തോത്രം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തില്ലെന്നതാ. നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ അവൻ ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്. അവൻ ഏലിയാവ് ബലം ക്ഷയിച്ചപ്പോൾ ഒറ്റ വാക്കാ പറഞ്ഞത്, ആമേൻ, ഗോഡ് ദിസ് ഇസ് ഇനഫ്, ഇത് മതി. അവൻ എൻ്റെ പ്രാണനെ എടുത്തു. അവൻ ഇത് മതി. ഇന്ന് രാത്രിയിൽ അവൻ ഒരു വാക്ക് അവൻ നിന്റെ വായിൽ നിന്ന് വീഴുവാൻ കഴിയുമോ? ഇത് മതി. അവൻ കർത്താവേ, നിന്റെ ആ ബലം എന്നിലൊന്ന് പകരണമേ, നിന്റെ ആ ശക്തി ഇന്ന് രാത്രിയിൽ എന്നിലൊന്ന് പകരണമേ. സ്തോത്രം. അവൻ വ്യത്യസ്തമായ രീതിയിൽ നിന്നെ നടത്തുവാൻ, അവൻ എന്നെ നടത്തുവാൻ ഈ കാലഘട്ടത്തിലും ദൈവ സാന്നിധ്യത്തിന് കഴിയും. അവൻ ദൈവത്തിൻ്റെ ദാസന്റെ ബുക്കിൽ എഴുതി, നിന്റെ വേദനകൾ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള അവസരങ്ങളാണ്. നിന്റെ വേദനകൾ അവൻ അതൊരു മെഗാഫോൺ എന്നാണ് പറയുന്നത്. നിന്റെ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള അവസരമാണ്. 119 സങ്കീർത്തനം 25 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. സ്തോത്രം. അവൻ ദൈവസന്നിധിയിൽ അവൻ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ, അവൻ ഇവിടെ നാം പൗലോസിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട്, കർത്താവിനോട് അപേക്ഷിക്കുക, പ്ലീഡ് ചെയ്യുന്ന, കർത്താവെ ഇതെന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ സ്തോത്രം, നിന്നെ ബലപ്പെടുത്തുവാനാ എൻ്റെ ആഗ്രഹം. അവൻ ഒരു സൗഖ്യത്തെക്കാൾ ഉപരി എന്നെ നീ ഒന്ന് മനസ്സിലാക്കാനാ എനിക്ക് ആഗ്രഹം. സ്തോത്രം. അവൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂവിനേക്കാൾ ഉപരി അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ യു ഷുഡ് ഫീൽ മീ, നീ എന്നെ മനസ്സിലാക്കണം, നീ എന്നെ സ്തോത്രം എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെയാ പൗലോസ് എഴുതിയത്, അവൻ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ, ഫോർ വെൻ ഐ ആം വീക്ക് then I am strong. ഇന്ന് രാത്രിയിൽ പറയുവാൻ കഴിയുമോ? അവൻ ഞാൻ തകരുമ്പോഴും, അവൻ ഞാൻ ഉടയുമ്പോഴും, അവൻ ആ നല്ല കുശവന്റെ കയ്യില ഈ രാത്രിയിൽ ഞാൻ ആയിരിക്കുന്നത്. ആ നല്ല കർത്താവിന്റെ കരങ്ങളിലാ ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. നിന്നെ ഒറ്റപ്പെടുത്തി തള്ളിക്കളയുമ്പോഴും ഇന്ന് രാത്രിയിൽ നീ പറ, ഇല്ല, അവൻ എല്ലാ നാളും, അവൻ ലോകത്തിന്റെ അവസാനത്തോളവും, ലോക അവസാനത്തോളവും എല്ലാ നാളും എന്നോട് കൂടെയിരിക്കുന്ന, നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാർ തിബരിയാസ് കടൽക്കരയിൽ അവൻ ഏകനായി, സ്തോത്രം, തന്റെ ഗുരുവിനെ നഷ്ടപ്പെട്ടിരുന്നപ്പോൾ യേശു പറഞ്ഞ അവനെ വാക്ക് ഞാൻ ഓർക്കുക. സ്തോത്രം. അന്ന് രാത്രി മുഴുവൻ അവരെ കടലിൽ ഇരുന്നപ്പോൾ അവൻ കടൽക്കരയിൽ അവരെ കാത്തിരുന്ന ഒരു നല്ല നാഥൻ, ആ നൈല വിധവയുടെ അവൻ സ്തോത്രം മകനെ, അവൻ സ്തോത്രം, അവളൊന്നും ചോദിച്ചില്ല, യേശുവിനോട് ഒന്നും ചോദിച്ചില്ല. ഇങ്ങനെ ആ ഭാഗം എഴുതിയിരിക്കുന്നത്, അവൻ അവളെ കണ്ടപ്പോൾ അവന്റെ മനസ്സലിയുന്നു. പ്രിയരെ, അത്രയ്ക്ക് നല്ലൊരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രിയിൽ നാം ആയിരിക്കുന്നത്. മനസ്സലിയുന്ന, അവൻ ബലപ്പെടുത്തുന്ന, അവൻ ആശ്രയിക്കുന്നവരെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഞാൻ പറയട്ടെ, അവൻ ഈ വർഷം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഒരുപാട് പേരുടെ ജോലികൾ വിവിധ രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു. ഒത്തിരി പേരുടെ ആശ്രയങ്ങൾ, ഒത്തിരി പേരുടെ സ്തോത്രം റിസോഴ്സുകൾ അടഞ്ഞ ഒരു വർഷം. എന്നാൽ ഞാൻ പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ഇന്നും നിരവധി ആൾക്കാരോട് സംസാരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളും നിരാശരായി ജീവിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരോ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കുലുങ്ങിയാലും സ്തോത്രം, നിന്റെ ചുറ്റുപാടും കുലുങ്ങിയാലും, നിന്റെ ചുറ്റുപാടും വിറച്ചാലും, ഞാൻ പറയുന്നു, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏവരും, ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ഏവരും, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏവരും കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ
പർവ്വതം പോലെയാകുന്നു. അവൻ വേദപുസ്തകത്തിലെ വേറൊരു ഭാഗം ദാവീദിന്റെ ജീവിതമാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിമിഷത്തിൽ സ്തോത്രം ഇമ്മെഷറബിൾ ആയിട്ടുള്ള പവർ, അളന്നുകൂടുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ഗ്രേസ് അനുഭവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, സ്തോത്രം ട്രസ്റ്റിംഗ് ഗോഡ് when there is no more strength. നമുക്കറിയാം സ്തോത്രം ദാവീദിനെ ശമൂവേൽ രാജാവായി അഭിഷേകം ചെയ്തിട്ട് അവൻ കടന്നുപോയ പ്രതിസന്ധികൾ ഇമ്മെഷറബിളാ, എൻഡ്ലെസ്സാ. തീരാത്ത പ്രതിസന്ധികൾ കൂടി കടന്നു പോയപ്പോൾ ഓരോ ഭാഗത്തും ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്രേസ് അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കാണുവാൻ കഴിയും. ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായ അളവില ദൈവം തന്നെ ബലപ്പെടുത്തുന്നത്. ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ നിനക്ക് വേണ്ടുന്ന അളവിലുള്ള ദൈവത്തിന്റെ പവർ, നമ്മൾക്ക് വേണ്ടുന്ന അളവിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരും. സ്തോത്രം. നിന്റെ വേദനയിൽ, മുറിവിൽ, രോഗത്തിൽ അതിനനുസരിച്ചുള്ള ദൈവകൃപ നിന്റെ മേൽ പകരും. ഇന്ന് രാത്രിയിൽ ഞാൻ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഏത് സാഹചര്യത്തിലായാലും ഞാൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെയും ദൈവം കൈവിടത്തില്ല. ആമേൻ. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പൗലോസിന്റെ ജീവിതം മുഴുവൻ പഠിച്ചാൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള, ഒരു നാടകീയമായ രീതിയിലാണ് ദൈവപ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പൗലോസ് വിശ്വാസത്തിലേക്ക് പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെ വളരെ നാടകീയമായ രീതിയിൽ. ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരികയും അവൻ വിടുവിക്കപ്പെടുകയും, സ്തോത്രം, ജാതികൾക്കും രാജാക്കന്മാർ വേണ്ടി അവനെ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗങ്ങളിൽ പൗലോസ് പോയ ഓരോ പട്ടണത്തിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ദൈവപ്രവൃത്തി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അളന്നുകൂടാൻ കഴിയാത്ത ദൈവശക്തി അവർ അനുഭവിക്കുവാനിടയായിത്തീരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരോട്, ദൈവ മക്കളോട് ഇന്ന് രാത്രിയിൽ ഒരു ദൂത്, ഒറ്റ വാക്ക് ഞാൻ പറയുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ, ഇന്ന് രാത്രിയിൽ അവൻ ദാവീദ് കരഞ്ഞതുപോലെ, ഇന്ന് രാത്രിയിൽ മോശ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ കടന്നു പോകുന്ന ഏതു വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്ന, നിന്റെ ലജ്ജയെ തുടച്ചു മാറ്റുന്ന, നിന്റെ ഷെയ്മിനെ തുടച്ചു മാറ്റുന്ന, സ്തോത്രം, ഒരു ദൈവത്തിന്റെ മുഖത്തേക്കാണ് ഈ രാത്രിയിൽ നാം നോക്കുന്നത്. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, അവന്റെ മുഖത്തിന്റെ തേജസ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദൈവപ്രതിമ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമേ എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൽ, പ്രിയരെ, ഒരു കാര്യം സമ്മതിക്കണം. പൗലോസ് പോലും സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഈ കൂടാരത്തിൽ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഹംബിളായുള്ള ഒരു ഹൃദയത്തോടെ, താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ എല്ലാ ഡിവിഷൻസും മാറ്റിവെച്ച്, എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ച്, സ്തോത്രം, എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കാലഘട്ടത്തിലും നിന്നെ ശക്തനാക്കുന്നവൻ നിന്റെ മധ്യത്തിലുണ്ട്. ഈ കാലഘട്ടത്തിലും ബലഹീനതയിലും നിന്നെ ബലപ്പെടുന്ന, നിന്റെ ബുദ്ധിമുട്ടത്തിലും കയ്യേറ്റത്തിലും സ്തോത്രം, ഇൻസൾട്ടിലും നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഈ രാത്രിയിലും നമ്മുടെ മധ്യത്തിലുണ്ട്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ചൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ കൃപ നിനക്ക് മതി. ഒരുമിച്ച്, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. സ്തോത്രം. അടുത്ത ഭാഗം, എൻ്റെ ബലഹീനതയിലും എന്നെ ശക്തനാക്കുന്ന, ഹല്ലേലൂയ, എൻ്റെ തകർച്ചയിലും എന്നെ ശക്തനാക്കുന്ന, എൻ്റെ ഏകാന്തതയിലും എന്നെ ശക്തനാക്കുന്ന, എൻ്റെ ഞെരുക്കത്തിലും എന്നെ ശക്തനാക്കുന്ന ഒരു നല്ല കർത്താവിൽ ഈ രാത്രിയിൽ ഞാൻ ആശ്രയിക്കുന്നു. ലോർഡ്, ഐ ഡിപ്പെൻഡ് ഓൺ യു. കർത്താവെ, ഞാൻ ആശ്രയിക്കുന്നു. 100-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതി, ഞാൻ അവൻ്റെ കൈക്കൽ ആടാ.
അവൻ ഞാൻ അവൻ്റെ കൈക്കലെ ആട, അവനാണ് എന്നെ നടത്തുന്നത്. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന, അവൻ പച്ചയായ പുൽപ്പുറത്തിലേക്ക് നിന്നെ നടത്തുന്ന നല്ല ഇടയനായ യേശു കർത്താവിൻ്റെ നിന്നെ തോളത്ത് വഹിക്കുന്ന ആ നല്ല കർത്താവിൻ്റെ സന്നിധിയില. അവൻ നിനക്ക് നടക്കാൻ കഴിയത്തില്ലെന്ന് നീ പറഞ്ഞാൽ നിന്നെ തോളത്ത് ചുമലിൽ വഹിക്കുന്ന ഒരു നല്ല ദൈവം. ദൈവത്തിൻ്റെ കൃപയുടെ ഇമ്മെഷറബിൾ ഫ്ലോ നിന്റെ മുറിവുകളിലേക്ക് ഒഴുക്കി അതിനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം. നിന്റെ മുറിവുകളിലേക്ക് ഒഴുക്കി ചതഞ്ഞ ഓട ഉടയ്ക്കാത്തവൻ, മുറിവുകളെ കെട്ടുന്നവൻ ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അവൻ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ഈ നല്ല രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരുമാണ്. നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഏവരെയും അങ്ങ് ആദരിക്കുന്ന ദൈവമാണ്. അവരുടെ മുറിവുകളെ ഇന്ന് രാത്രിയിൽ കെട്ടണമേ. അവൻ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകളാൽ അവരെ നിറയ്ക്കണമേ. അവരുടെ ഹൃദയത്തെ സ്വർഗത്തിലെ സന്തോഷത്താൽ അങ്ങ് പോഷിപ്പിക്കണമേ. മേത്തരമായ കോതമ്പ് കൊണ്ട് അവരുടെ കളപ്പുറകളെ നിറയ്ക്കണമേ. അവരുടെ മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയണമേ. കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവരാജ്യത്തിന്, ലോകരാജ്യങ്ങൾക്ക്, ദൈവസഭയ്ക്ക്, പട്ടണങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഇവരൊരു ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. ഹോരേബ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ എക്സ്പാൻഷനിലേക്ക് കടന്നവർ എക്സ്പാൻഡ് ആയി തീരട്ടെ, അവർ വർദ്ധിക്കട്ടെ. സ്തോത്രം. കർത്താവ് വളരുവാനിടയായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you.